ഞങ്ങൾ ഇന്ത്യയിൽ ഫസ്റ്റ് പാർസൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഞങ്ങളൊരു 191 പേ ചെയ്യേണ്ടി വന്നു. അതെന്തിനാണ് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പെട്ടി പൊട്ടിക്കൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഞങ്ങളുടെ ആദ്യത്തെ കൊറിയർ. ഞങ്ങളിവിടെ ഫോറിനിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 10 മാസമായിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒരു കൊറിയർ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പെട്ടി പൊട്ടിക്കൽ വീഡിയോ ആണ്. സോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇതിന്റെ സൈഡിൽ ഇരുന്നൊരു പേപ്പർ നമുക്ക് നോക്കാം. പിന്നെ നോക്കാം. അത് നമുക്ക് ഐശ്വര്യ നമ്മളെ പെട്ടി അങ്ങ് പഠിക്കാം. ഈ ഒരു പാർസൽ നാട്ടിൽ നിന്ന് ഡിസംബർ 2-ന് അയച്ചതാണ്. ഇന്നിപ്പോൾ ഡിസംബർ 14. ഒരു ഏകദേശം 2 ആഴ്ച തൊട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടി. അപ്പോൾ ഈ പാർസലെല്ലാം കൂടെ ഒരു 13 കിലോ ഉണ്ട്. നാട്ടിൽ ഇത് അയക്കാൻ വേണ്ടി ഏകദേശം 6000 സംതിങ് ആയല്ലേ, റൗണ്ട് ഓഫ് ചെയ്ത് 7000. പക്ഷേ ഇത് ഇവിടെ ഡെലിവറി ചെയ്ത പയ്യൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്ട്രാ നാട്ടിലൊക്കെ 4000 അടുപ്പിച്ച് രൂപ വാങ്ങി. അത് എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതൊന്നും അവരുടെ പോസ്റ്റ് ഓഫീസിൽ വിളിച്ചതൊന്ന് അന്വേഷിക്കണം, എന്തിനാണ് ആ എക്സ്ട്രാ എമൗണ്ട് അവർ ഞങ്ങളുടെ നിന്ന് വാങ്ങിയത്. ശരിക്കും ഇപ്പോൾ കൃത്യം നാട്ടിൽ നിന്ന് ഈ 13 കിലോ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 10000 രൂപയോളം ആയി. ആ 10000 രൂപ ഷിപ്പിംഗ് ആയി. നല്ല ഉണ്ടമുളകിന് മണം വരുന്നുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ എന്തായോ എന്തോ. എന്തായാലും ഈ കയറൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. എന്നെ കൊണ്ട് കയറടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇക്കാണ് ഇതൊന്ന് പൊട്ടിക്കുന്നത്. നമുക്കിനി പെട്ടി നോക്കാം. ഏറ്റവും മുകളിൽ എനിക്ക് കുറച്ച് നൈറ്റ് വെയർ, എൻ്റെ കുറച്ച് നൈറ്റ് വെയർ ആണ്. അതിന്റെ അകത്താണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അയ്യോടാ, ഉണ്ടമുളക് ഒരു വഴിയായി. പക്ഷെ കൊതുമൂത്ത് ഉണ്ടമുളക് ചോദിച്ചതാണ്. പക്ഷെ അത് ചീത്തായി പോയി. ഞങ്ങള് ഇക്കാടെ വീട്ടില് പിടിച്ച കുരുമുളകാണ്. ഇതിലും ചെറുതായിട്ട് ഇത് അടിച്ചത്. നമുക്ക് കുറച്ചു നേരം പുറത്ത് വെച്ചിരിക്കാം. ഒന്നും പറ്റിയില്ലേ? അടുത്ത് നമ്മുടെ വറ്റൽ മുളക്. ഇതെവിടെ കിട്ടും, പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ചങ്ങ് ഓർഡർ ചെയ്തു. പിന്നെ ഈ ബിസ്ക്കറ്റ് മാൽക്കിസ്, ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഞാൻ ഇക്കാലത്ത് പറഞ്ഞത് 2 എണ്ണം പാഴ്സൽ വെക്കാൻ പറഞ്ഞാണ്. ഇതിവിടെ കിട്ടൂല. അയ്യോ, നനഞ്ഞിരിക്കുന്നുണ്ടാ. പിന്നെ 2 പാക്കറ്റ് ഗോൾ കപ്പ. ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ്. വീണ്ടും ഒരു മാൽക്കിസിന്റെ ബിസ്ക്കറ്റ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുളി. പിന്നെ ഇത് കുടംപുളി. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലും കുടംപുളി ഒന്നും കിട്ടൂല. ഇന്ത്യൻ സ്റ്റോറിലും കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല ആക്ച്വലി. അതുകൊണ്ട് പുതുതായിട്ട് പോളണ്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടംപുളി ഇഷ്ടമാണ്, സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നോളണം. പിന്നെ നമ്മുടെ റൊട്ടി റോള്. ഇതിന് ഇവിടെ നല്ല വിലയാണ്, 500 രൂപയോളം വരും. ഇതിന് പക്ഷേ വെറും 115 രൂപയുള്ളൂ നാട്ടിലത്ത്. പിന്നെയാണ് നമ്മുടെ മെയിൻ ഉണക്കമീൻ. ഉണക്കമീനൊന്നും കുഴപ്പമില്ല. ഇതെല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉമ്മ ഉണക്കി അയച്ചു തന്നതാണ്. പിന്നെ ഇത് ഞങ്ങൾ 2 കണ്ണാടിക്കൊക്കെ വരുത്തിയതാണ്. ഇവിടെ ഞങ്ങളുടെ ഒരു ബ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ണാടി എന്തോ ഒരു എക്സ്പെൻസീവ് ആണെന്ന്. അങ്ങനെ 2 കണ്ണാടി ലെൻസ് കാർട്ടിൽ നിന്ന് വരുത്തിയത്. ഇക്ക ഒരു കട്ട കൊണ്ടാട്ടം ഫാനാണ്, അങ്ങനെ കുറച്ച് കൊണ്ടാട്ടം. വീണ്ടും കുടംപുളി, ഹോൾ സ്പൈസസ്, കൊണ്ടാട്ടം മുളക്, ചോക്ലേറ്റ്. പപ്പ ഇത് ഇതിലൂടെ കൊടുത്തിട്ടതാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലത്തെ ഡയറി മിൽക്ക്, വീണ്ടും ഡയറി മിൽക്ക്. പിന്നെ കുറച്ച് സ്നാക്സ്, നമ്മുടെ ടീ റസ്ക്, മിക്സ്ചർ, ബനാന ചിപ്സ്. പിന്നെ വീണ്ടും കുറെ മസാല ഐറ്റം, നിറയെ പപ്പടം. വീണ്ടും ഡയറി മിൽക്ക്, സ്നാക്സ്, കായപ്പൊടി, വീണ്ടും ഡയറി മിൽക്ക് ഉണ്ടല്ലോ. പിന്നെ എൻ്റെ കുറച്ച് നൈറ്റ് വെയർ. അതിൻ്റെ കൂടെ ഈ ഒരു ഇടിയപ്പ് കുറ്റി ഉണ്ടായിരുന്നു. പിന്നെ ആ പൈസ അവരെ വാങ്ങിച്ചത് കസ്റ്റം ഡ്യൂട്ടി ആയിട്ടായിരുന്നു. ഇത് ഞങ്ങൾ നാട്ടിൽ നിൽക്കാതെ വരുത്തിയ കണ്ണാടിയായിരുന്നു. വെച്ച് നോക്കിയേ, എങ്ങനെയുണ്ട്? കൊള്ളാം. അടുത്ത് നോക്ക്, സെക്കൻഡ് വെച്ച് നോക്ക്. ആ അതാണ് ഇവിടെ അന്ന് ഞങ്ങളൊരു വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്പെക്സിനൊക്കെ നല്ല റേറ്റ് ആണ്, അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുത്തിയതാണ്. 2 കൊള്ളാം. ഇത് ഇത്രയും സാധനമാണ് ഞങ്ങള് നാട്ടിൽ നിന്ന് 10000 രൂപ മുടക്കി വരുത്തിയത്. ഷിപ്പിംഗ് കോസ്റ്റ് മാത്രം. ഇതെല്ലാം കൊണ്ടുപോയി വെക്കാം.
എന്തോന്നാ കായപ്പൊടിയും മീറ്റ് മസാലയും വെച്ച് നിനക്ക് പണി? അവൻ അത് വെച്ചിരുന്ന് കളിക്കുകയാണ്. ഇപ്പോൾ കൊറിയറിൽ വന്ന് നമ്മുടെ കുരുമുളകാണ്. പക്ഷെ ചെറിയ രീതിയിൽ അത് ചെറിയൊരു ഫംഗസ് എടുക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും സങ്കടമായിപ്പോയത് ഈ ഉണ്ടമുളകിൻ്റെ കാര്യത്തിലാണ്. നാട്ടിൽ നിന്ന് കൊതിച്ച് വരുത്തിയ ഉണ്ടമുളകിൻ്റെ അവസ്ഥയാണ് ഇരിക്കുന്നത്. കൂട്ടത്തിൽ ഇത് മാത്രം പിന്നെയും എടുക്കാൻ പറ്റുന്ന ഒരു പരുവം. ഇന്ന് എന്തായാലും നമുക്ക് നാട്ടിൽ നിന്ന് വന്ന ഇതിൽ നിന്നൊരു പപ്പടവും പൊരിച്ച ചോറ് കഴിക്കാം. കുറേ നാളെ നാട്ടിലത്തെ പപ്പടം കഴിച്ചിട്ട്. അപ്പം ഇതാണ് ഇന്ന് ഇതിരുണ്ട് ലഞ്ച്. നല്ല ചൂട് ചോറും നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പപ്പടം അല്ലേ ഇതിരോ. ഇനി നമ്മളിരുന്ന് ചോറ് കഴിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ലഞ്ചിൻ്റെ സമയത്താണ് പാഴ്സൽ വന്നതുകൊണ്ട് നല്ല ചൂട് പപ്പടമൊക്കെ പൊരിച്ച് ഞങ്ങൾ മൂന്നിനെ കൂടി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതിൽ ചോറൊക്കെ കഴിച്ചിട്ട് അവന് പപ്പ കൊടുത്തുവിട്ട് ചോക്ലേറ്റ് കുറച്ച് ചോക്ലേറ്റ് കഴിച്ചോ? അങ്ങനെ ഇതിരിക്കുട്ടന് പപ്പ കൊടുത്തിട്ട് ചോക്ലേറ്റ് ഇതിൽ കഴിക്കാണ്. തരാം മുഴുവൻ കഴിക്കാൻ പോകുന്ന നീ. അവന് കുഞ്ഞിലെ പപ്പ വാങ്ങിക്കൊടുക്കുമായിരുന്നു ചോക്ലേറ്റ് അവിടെ വെച്ചിട്ട്. അങ്ങനെ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉണ്ടമുളകൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കപ്പയും മീനും ഒക്കെ കഴിക്കാൻ നല്ല കൊതിയായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കപ്പ കിട്ടുമെന്ന് തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നേരെ ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ കപ്പ മേടിക്കാൻ പോയി ഞങ്ങൾ ട്രാം സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ദിവസമായിട്ട് പഴയതുപോലെ സ്നോഫോളൊന്നുമില്ല, പക്ഷേ ഇന്ന് നല്ല മഴയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറായ ലിറ്റിൽ ഇന്ത്യയിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെയും 1-2 ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവിടെ കപ്പ കിട്ടുമെന്ന് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഇന്ത്യൻ സ്റ്റോറും ഉണ്ട്. അപ്പം ഞങ്ങളിതാ ഇവിടെ ലിറ്റിൽ ഇന്ത്യയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഓടിപ്പോയി അകത്ത് കപ്പ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാം. ഭാഗ്യത്തിന് ഇന്ന് അവിടെ കപ്പയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ കപ്പ 1 കിലോ റേറ്റ് വരുന്നത് 15 സ്ലോട്ടിയാണ്. നമ്മളെ നാട്ടിലത്തെ 300 രൂപയ്ക്കാണ് 1 കിലോ കപ്പ കിട്ടുന്നത്. അങ്ങനെ ഞാൻ 2 കിലോ കപ്പയും കുറച്ച് മല്ലിയില, പുതിനയില, പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കപ്പയൊക്കെ വാങ്ങി ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി മീനും തപ്പി ബൊണാർക്കിലോട്ടാണ് പോകുന്നത്. ഇല്ല 1-2 അങ്ങോട്ടും എവിടെയെങ്കിലും ആയിരിക്കും. ഞാൻ അടുത്ത ട്രാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബൊണാർക്കിയുടെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് എൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് ലൈറ്റ് ചെയ്ത് കാണാൻ പറ്റില്ലായിരുന്നു. അടിപൊളിയായിട്ടുണ്ടല്ലേ. അങ്ങനെ ഓഷനിലെത്തിയപ്പോൾ ഇവിടെ ഭാഗ്യത്തിൽ നിന്ന് ഡൊറോഡ മീനും ഉണ്ട്, പിന്നെ നമ്മുടെ ചാളയുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് വേണം വീട്ടിൽ പോയി കിഴങ്ങും പുഴുങ്ങി ഞങ്ങൾക്ക് കഴിക്കാൻ. കുറച്ച് ദിവസം മുന്നേ ഇവിടെ മഞ്ഞുകൊണ്ട് മൂടിക്കിടന്ന സ്ഥലങ്ങളാണിതെല്ലാം. ഇപ്പോൾ മഞ്ഞൊക്കെ അലിഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ട്. എന്തൊരു പാടിയിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ സ്ട്രോളിൽ നമ്മളിവിടെ തള്ളാൻ. അതിന് ഞങ്ങൾക്ക് കപ്പയും മീനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വേറെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വീടെത്തിയപ്പോൾ വീടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9-9:30 മണിയായിട്ടുണ്ട്. ഇനി ചെന്ന് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി നാളെ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ബാക്കി വീഡിയോ നാളെ ഉച്ചയ്ക്ക് നമുക്ക് കാണാം. കപ്പയും മീനും കഴിക്കണ്ടേ നമുക്ക്? അപ്പം ഞങ്ങൾ ഇന്നലെ ഓഷനിൽ പോയി മീൻ വാങ്ങുന്ന വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടാണ്. ഞങ്ങൾ ഇന്നലെ കുറച്ച് മത്തിയും പിന്നെ നമ്മുടെ സ്ഥിരം ഡൊറോഡ മീൻ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഐസ് ഇടാൻ വിട്ടിട്ടുണ്ട്. ഇതിനി കുക്ക് ചെയ്തിട്ടാണ് ഇന്ന് ലാവിഷായിട്ട് കപ്പയും മീനും കഴിക്കാൻ. അങ്ങനെ ഞാൻ മത്തിയൊക്കെ പച്ചക്കുരുമുളകൊക്കെ ഇട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടി. പിന്നെ ഈ കാണുന്ന ഡൊറോഡ മീൻ പൊള്ളിക്കാൻ വേണ്ടി മസാല വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ലഞ്ച് കഴിക്കാം. ഇനി നമ്മൾ മീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ട് ലഞ്ച് ചെയ്യാം. ഇവിടെ നമ്മൾ കിഴങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് കഴിക്കാനുള്ള മീൻ പൊള്ളിച്ചതിനുള്ള മീനാണ്. പിന്നെ ഇവിടെ നമ്മൾ നല്ല മട്ടയരി ചോറ്. അങ്ങനെ നമ്മുടെ പൊള്ളിക്കാനുള്ള മീൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വാങ്ങിയിട്ട് വന്ന കപ്പയെല്ലാം വെച്ച് ലഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് ലഞ്ച് കഴിക്കാം. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്.
നല്ല പച്ച കുരുമുളക് പൊരിച്ച മത്തി, നമ്മുടെ മീൻ പൊളിച്ചത്, പിന്നെ പരിപ്പും ചോറും. ഇന്നത്തെ ലഞ്ച് നല്ല കപ്പയും ശരിക്കും നല്ല മീനാണ് പൊള്ളിക്കാനല്ലേ. പൊള്ളിക്കാൻ അടിപൊളി മീനാണിത്. സീബ്രീം കഴിക്കെടുത്ത്. ചൂടുണ്ട്. സൂക്ഷിച്ച്. ഇപ്പൊ ജസ്റ്റ് കുക്ക് ചെയ്തെടുത്തതല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കുറെ നാളായല്ലേ നല്ല കപ്പയും നല്ല പച്ച കുരുമുളകൊക്കെ ഇട്ട് മത്തിയൊക്കെ കഴിച്ചിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നു. പെട്ടിപ്പൊട്ടിക്കൽ പ്ലസ് കപ്പ ആൻഡ് മീൻ കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പഴയതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വ്ളോഗായി വരുന്നവരെ ബൈ ബൈ.